ഹരി ഓം. ഓ ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. 42, 43. വ്യവസ്ഥായോ വ്യവസ്ഥാന സംസ്ഥാനസ്ഥാനതോ ധ്രുവ പരർദ്ധഃ പരമാസ്പൃഷ്ട തുഷ്ടഃ പുഷ്ടശുഭേക്ഷണ രാമോ വിരാമോ വിരതോ മാർഗോ നേയോ നയോ നയ വീരശക്തിമതാം ശ്രേഷ്ഠോ ധർമ്മോ ധർമ്മവിദുത്തമ. ഇന്നത്തെ നാമം പറഞ്ഞത് 386 സംസ്ഥാനം. 2 വ്യാകരണ ഇൻ്റർപ്രിട്ടേഷനാണ് അതിൻ്റെ അർത്ഥം കൊടുക്കുന്നത്. മഹാപ്രളയത്തിൽ സൃഷ്ടികളെ തന്നിൽ ലയിപ്പിച്ചു നിർത്തുന്നവൻ സംസ്ഥാനം. രണ്ടാമത് ഉത്കൃഷ്ടമായ ഉത്തംഗമായ സ്ഥാനമുള്ളവൻ സംസ്ഥാനം. സം എന്നുള്ളതിന് 2 അർത്ഥത്തിൽ. സം എന്ന് വെച്ചെങ്കിൽ ഉന്നതമായിട്ടുള്ളത്, സമുചിതം എന്നൊക്കെ പറയില്ലേ, ഉന്നതമായിട്ടുള്ളത്. മറ്റേത് സം എന്ന് വെച്ചെങ്കിൽ നല്ല സേഫായിട്ടുള്ള എന്നുള്ള അർത്ഥം സംസ്ഥാനം. അപ്പോൾ മഹാപ്രളയത്തിലെ സൃഷ്ടികളെ വേറെ ചിന്നി ഭിന്നി പോകാതെ തന്നിൽ ലയിപ്പിക്കുന്നവൻ, അവർക്കെല്ലാവർക്കും നല്ലൊരു സംസ്ഥാനം കൊടുക്കുന്നവൻ, അല്ലെങ്കിൽ ഉത്തംഗമായ സ്ഥാനമുള്ളവൻ, ഉത്കൃഷ്ടമായ സ്ഥാനമുള്ളവൻ, മികച്ച സ്ഥാനമുള്ളവൻ എന്നുള്ള അർത്ഥമൊക്കെയാണ് 2 വ്യാഖ്യാതാക്കൾ പറഞ്ഞിരിക്കുന്നത്. അതിൽ ആദ്യത്തെ നോക്കുമ്പോൾ സമയജ്ഞനായ ഭഗവാൻ. സമയജ്ഞനെന്ന് ഞാൻ പറയാൻ കാരണം സമയത്തിനെ കുറിച്ച് നല്ല അറിവുള്ളവനാണ്. സമയത്തിന് അതീതമായിട്ടുള്ളവനാണ്. എന്നുവെച്ചാൽ സമയത്തിനെ കുറിച്ചുള്ള നല്ല അറിവുണ്ട്. നമുക്ക് സമയത്തിനെ കുറിച്ച് അറിവില്ല, ഏതെപ്പോഴാണ് വരികയെന്ന് അറിയില്ല. മറ്റത് ഏതേത് സമയത്ത് എന്തെല്ലാം സംഭവിക്കുന്നതെല്ലാം അറിയാം. അപ്പോൾ അതുകൊണ്ടാണ് സമയജ്ഞൻ എന്ന് പറയാൻ കാരണം. അപ്പോൾ അങ്ങനെ സമയജ്ഞനായിട്ടുള്ള ഭഗവാൻ സംഘർഷണ രൂപൻ ആയിട്ടാണല്ലോ സൃഷ്ടികളെല്ലാം അവയുടെ സൂക്ഷ്മരൂപത്തിൽ ഉറച്ചു നിൽക്കുന്നതിൽ ലയിപ്പിക്കുന്നത്. ഭഗവാൻ ഉറച്ചു നിൽക്കുന്ന ഒരു സ്ഥാവര എന്താ പറയുക, സ്ഥാണു വസ്തുവാണല്ലോ. അതിൽ ലയിച്ച് ചേർപ്പിക്കുന്നത്. അതിന് അനക്കമില്ല, അതിന് മാറ്റമില്ല. പ്രളയം വന്നാൽ അത് നശിക്കില്ല. അങ്ങനെ ഉറച്ചു നിൽക്കുന്ന വസ്തുവിലാണ് ഈ സംഘർഷണ എന്നുള്ള രൂപത്തിൽ ഭഗവാൻ എല്ലാവരെയും അടിച്ച് അവരുടെ സൂക്ഷ്മ രൂപത്തിൽ ഭഗവാനിൽ ഉൾക്കൊള്ളിക്കുന്നത്. അതുകൊണ്ട് ഭഗവാൻ സംസ്ഥാനൻ. ഇത്രയാണ് വ്യാഖ്യാനം വേണ്ടത്. അപ്പോൾ ഈ ലയ രീതിയല്ലാതെ ജ്ഞാനം ലഭിച്ച് ഭഗവാനിൽ ലയിച്ച് ഔന്നത്യമായ സ്ഥാനമാണ് ഭഗവാന്റെ സാന്നിധ്യം. ഈ ലയപ്രക്രിയയിൽ അല്ലാതെ ഭഗവാന്റെ സാന്നിധ്യത്തിലേക്ക് എത്താം. എങ്ങനെ? ജ്ഞാനം കൊണ്ട്, അറിവുകൊണ്ട്. സെൽഫ് റിയലൈസ് ചെയ്ത ആൾക്കാർക്ക്, ആത്മസാക്ഷാത്കാരം കിട്ടിയിട്ടുള്ളവർക്ക്, അവർക്ക് ഈ ലയപ്രസ്ഥാനത്തു കൂടെ പോകേണ്ട കാര്യമില്ല. പ്രളയ സമയത്തും വാസനകളൊന്നും നശിക്കാതെ ഈശ്വര സാക്ഷാത്കാരം കിട്ടാതെ കിടന്ന് അലയുന്ന ജീവികൾക്കാണ് ആ രൂപം മുഴുവൻ, ആ സ്ഥൂലരൂപം മുഴുവൻ സൂക്ഷ്മരൂപത്തിലാക്കിയിട്ട് ഭഗവാനെ ലയിപ്പിക്കുന്നത്.
അതല്ലാതെ തന്നെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ മരിച്ച ഉടനെ തന്നെ താൻ ചെയ്തിട്ടുള്ള കർമ്മം കൊണ്ടും താൻ സിദ്ധിച്ചിട്ടുള്ള അറിവ് കൊണ്ടും ഈശ്വര സാക്ഷാത്കാരം ഓൾറെഡി കിട്ടിയിട്ടുള്ളവർക്ക് പിന്നെ ഈ പ്രക്രിയ വേണ്ട. അവർക്ക് കിട്ടുന്ന സ്ഥാനമാണ് സംസ്ഥാനം എന്ന് പറയുന്നത്. തിരിച്ചുവരവില്ലാത്ത സ്ഥാനം. ന പുനരാവൃത്തിർഭവംബോ നിധോ, ഉത്തമമായിട്ടുള്ള സ്ഥാനം എന്നർത്ഥം. യത്പ്രാപ്യം ന നിവർത്തന്തേ തദ്ധാമ പരമം മമ എന്നൊക്കെ പഠിച്ചിട്ടില്ലേ നമ്മൾ. അതിമനോഹരമായ ഉത്തമ ഉചിതമായ സംസ്ഥാനം എന്നർത്ഥം. അതാണ് സംസ്ഥാനത്തിൻ്റെ വ്യാഖ്യാനം. സ്ഥാനത. സ്ഥാനത എന്ന് വെച്ചെങ്കിൽ സ്ഥാനം ദാനം ചെയ്യുന്നവൻ, സ്ഥാനം കൊടുക്കുന്നവൻ അർത്ഥം. ഇതാന്ന് വെച്ചെങ്കിൽ ഗിവർ. സ്ഥാനത, സ്ഥാനം കൊടുക്കുന്നവൻ. നോക്കൂ, ജീവിതത്തിൽ ഭൂമിയിൽ ഓരോ സൃഷ്ടിക്കും ഉചിതമായി അർഹിക്കുന്ന സ്ഥാനം അല്ലെങ്കിൽ ജന്മം നൽകുന്നവനാണ് ഭഗവാൻ. എന്താ ഭഗവാന്റെ മാനദണ്ഡം? ഇന്ന ആൾക്ക് ഇന്ന ശരീരം കൊടുക്കണം, ഇന്ന ആൾക്ക് ഇന്ന കൊടുക്കണം എന്നുള്ള മാനദണ്ഡം എന്താ? ഒരേ ഒരു മാനദണ്ഡം, കർമ്മം. അവൻ ചെയ്തിട്ടുള്ള കർമ്മം എന്താണോ ആ കർമ്മത്തിൻ്റെ ഫലം കൊടുക്കും. അതേവരെ അവൻ ചെയ്തിട്ടുള്ള ബാലൻസ് ഏത് രൂപത്തിലാണോ അങ്ങോട്ട് കൊണ്ടുവന്നിരിക്കണം, ആ ബാലൻസിനനുസരിച്ചിട്ടുള്ള ഉപാധി കൊടുക്കും. ഉപാധി മീൻസ് ശരീരം കൊടുക്കും. അതിനു വേണ്ടിയുള്ള ഒരു സ്ഥൂല ശരീരത്തിൽ കൊണ്ട് ഈ സൂക്ഷ്മാത്മാവിനെ കൊണ്ട് നിക്ഷേപിക്കും. ഇതിൽ വളർന്നു വരുന്ന ഒരു ഗർഭത്തിൽ ആ പേരൻസിനെയൊക്കെ നോക്കി, അവരുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ നോക്കി, അവരുടെ KYC ഒക്കെ നോക്കി ചെക്ക് ചെയ്തിട്ട് വേണ്ട പോലെ ഇവന് വളരാനുള്ള സന്ദർഭങ്ങളും ചുറ്റുപാടുകളും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ഫാമിലിയിൽ കൊണ്ട് ജനിപ്പിക്കും. പിന്നെ അവൻ്റെ പാട്. അത് കഴിഞ്ഞാൽ പിന്നെ ഭഗവാൻ അതിൽ ഇൻ്റർഫിയർ ചെയ്യില്ല. പിന്നൊക്കെ നമ്മളുടെ കർമാനുസരണം ഒന്നുകിൽ വന്ന ആവശ്യം നേരിട്ടിട്ട് കർമ്മങ്ങളെല്ലാം വാസന എല്ലാം തീർത്തിട്ട് വേഗം പോവുക. അതല്ല കൂടുതൽ ചളി മേത്തുവാരി തേക്കാനാണ് ഉദ്ദേശിച്ചാൽ അങ്ങനെയാവാം. അതുവരെ ഭഗവാൻ കൊണ്ട് എത്തിക്കും നമ്മൾ. അതുവരെ ചെയ്തിട്ടുള്ള റെസിഡ്യുവൽ, ഇന്നലെ വരെ ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെ ഫലങ്ങളെല്ലാം കൂടി ഏത് ഫോമിലാണോ പ്രയോറിറ്റിയിൽ കൊടുക്കേണ്ടത്. ചിലപ്പോൾ പല ശരീരങ്ങൾ എടുത്താലേ വാസനകൾ തീരുന്നുണ്ടാവുള്ളൂ. കാരണം മനുഷ്യവാസനകളുണ്ടാവും, ദൈവിക വാസനകളുണ്ടാവും, രാക്ഷസീയ വാസനകളുണ്ടാവും, പെരുമ്പാമ്പിൻ്റെ വാസന ഉണ്ടാവും, പോത്തിൻ്റെ വാസന ഉണ്ടാവും. ഇതൊക്കെ എല്ലാം കൂടി ഒരു ജന്മത്തിൽ പറ്റിയെന്ന് വരില്ല. അപ്പോൾ കുറേശ്ശൊക്കെ അവിടെ ഇവിടേക്കായിട്ട് കൊടുത്ത് 5 കൊല്ലം, 10 കൊല്ലം, 25 കൊല്ലം, 30 കൊല്ലം, അല്ലെങ്കിൽ 1000 കൊല്ലം, 2000 കൊല്ലം, ഇതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. വാസനയുടെ കനം അനുസരിച്ചിരിക്കും. വാസനയുടെ കനം മീൻസ് കർമ്മത്തിൻ്റെ ഗുണവും ദോഷവും അനുസരിച്ചിരിക്കും. ജന്മന്തരേഷു കൃതദുഷ്കൃത സൽഫലത്തെ തിന്മന്തരത്തിൽ ഇതുപോലെ വിളങ്ങിടുന്നു. അല്ലേ? ജന്മം എടുക്കേണ്ടത് നമ്മൾ അങ്ങനെയാണ്. അതാണ് ഭഗവാന്റെ മാനദണ്ഡം. അപ്പോൾ സ്ഥാനം അതാ സ്ഥാനം. ഉചിതമായിട്ടുള്ള സ്ഥാനം നൽകുന്നവൻ ഭഗവാനാണ്. ഭഗവാനാണ് അറിയുക കർമ്മ ചെയ്തിട്ടുള്ളതിൻ്റെ ഫലം ഏത് രീതിയിൽ കൊടുക്കണമെന്നുള്ളത്. അപ്പോൾ ഒരു ജീവൻ അല്ലെങ്കിൽ ഒരു ജീവി അതിൻ്റെ ശരീരം ത്യജിച്ചാൽ പുനരാവൃത്തിയിൽ വ്യത്യസ്ത ശരീരം പ്രാപിക്കുന്നതിന് വേണ്ടി അതാതിന് ഉതകുന്ന ഗർഭപാത്രത്തിൽ പ്രവേശിപ്പിക്കുന്നത് ഭഗവാനാണ്. കുറേ ജന്മങ്ങൾ എടുക്കേണ്ടി വരും ചിലപ്പോൾ. ആ ജന്മങ്ങളൊക്കെ പ്രയോറിറ്റി ബേസിൽ വെച്ചിട്ട് ഏത് ജന്മത്തിലാണോ പോകണ്ടെച്ചാൽ ജന്മത്തിൽ കൊടുക്കും. അവന് അടുത്ത ജന്മം, ഇപ്പം ജന്മം മനുഷ്യനായിട്ടാണ് ജനിച്ചത്, ഓക്കെ, എൻ്റെ ആകപ്പാടെ തുക നോക്കുമ്പോൾ ഓരോ പ്രൊപ്പോർഷനായിട്ട് നോക്കുമ്പോൾ അടുത്ത ജന്മം നരിയായിട്ട് ജനിക്കേണ്ടവനാവും. എന്നാലേ ആ വാസന കുറച്ച് പോവുള്ളൂ. അത് കളയും, നരിയായിട്ട് കൊടുക്കും. ആരെങ്കിലും വെടിയായിട്ട് നരി മരിക്കും. പിന്നെ ഒരു പെരുമ്പാമ്പാവും. അതും കാട്ടിലിങ്ങനെ അഴഞ്ഞ് കുറേ കൊല്ലങ്ങൾ നടന്ന് അതും സിദ്ധി കൂടും. പിന്നെ രണ്ടാമതൊരു മനുഷ്യജന്മം കിട്ടും, അല്ലെങ്കിൽ നേരെയായി പോട്ടച്ചിട്ട് അപ്പോഴും അതിലേറെ ബുദ്ധിമുട്ടാക്കും. അങ്ങനെ
പോകുന്നർത്ഥം. അപ്പോൾ സ്ഥാവര ജംഗമ ചിലപ്പോൾ എന്താ പറയുക, പാറക്കല്ലായിട്ട് ജനിക്കും ചിലർ, അവിടെ നിൽക്കും കുറേ കാലം. പർവ്വതങ്ങളായിട്ട് ജനിക്കും, എന്താ പറയുക, മിനറൽസായിട്ട് ജനിക്കും, എന്തെങ്കിലും മെറ്റീരിയൽസായിട്ട് ജനിക്കും, ഉറുമ്പായിട്ട് ജനിക്കും, ബീച്ചയായിട്ട് ജനിക്കും, പൂച്ചയായിട്ട് ജനിക്കും, അങ്ങനെ വേണമെങ്കിൽ ആവാം. ക്വാളിഫിക്കേഷന് അനുസൃതമായിട്ടുള്ള ജോലി, കറസ്പോണ്ടിങ് ടു ദ ക്വാളിഫിക്കേഷൻ, ആ ജോലി എന്താ വെച്ചാൽ ആ ജന്മ നമുക്ക് എടുക്കാൻ പറ്റും. അത് ആ സ്ഥാനം തരുന്നത് ആരാ, ആ ഡെസിഗ്നേഷൻ തരുന്നത് ആരാ? അപ്പോൾ മനുഷ്യനാണോ മൃഗമാണോ അതാണോ ഇതാണോ ഒക്കെ സ്ഥാനത ആരാ? ഭഗവാനാണ്. വൃക്ഷമായിട്ടോ പാറയായിട്ടോ തുടങ്ങിയിട്ടുള്ള സ്ഥാവര ജംഗമങ്ങൾ സ്ഥാവര വസ്തുക്കൾക്കും ഉചിതമായ സ്ഥാനം കൽപ്പിച്ച് നൽകുന്നത് ഭഗവാനാണ്. കാരണം പുനർജന്മവും ഒരു തരത്തിൽ കർമ്മഫലം തന്നെയല്ലേ. പുനർജന്മം എന്ന് പറയുന്നത് തന്നെ ഒരു കർമ്മഫലമാണല്ലോ. അതുകൊണ്ട് ആ പുനർജന്മത്തിൽ എന്ത് തരത്തിലുള്ള ശരീരം വേണമെന്നുള്ളത് നിശ്ചയിക്കുന്നത് ഭഗവാൻ, ആ സ്ഥാനം കൊടുക്കുന്നത് ഭഗവാൻ. സ്ഥാനത കർത്തൃരാജ്ഞയാ പ്രാപ്യത്തെ ഫലം എന്നില്ലേ. കർമ്മത്തിൻ്റെ ഫലം എവിടെ നിന്നാണ് കിട്ടുക? കർത്താവിൻ്റെ ആജ്ഞ അനുസരിച്ചിട്ടാണ് കിട്ടുക അല്ലേ. ഇവിടെ കഠോപനിഷത്തിൻ്റെ ഒരു മന്ത്രം വളരെ ശ്രദ്ധേയമാണ്. യോനിമന്യേ പ്രപദ്യന്തേ എന്നുള്ളൊരു വരിയുണ്ട്. യോനിമധ്യേ പ്രപദ്യന്തേ നല്ലൊരു മന്ത്രമാണ്. യോനിമന്യേ പ്രപദ്യന്തേ ശരീരത്വായ ദേഹിന സ്ഥാണുമന്യേനു സംശന്തി യഥാകർമ്മം യഥാശ്രുതം. യഥാകർമ്മം യഥാശ്രുതം, അതാണ് ഇമ്പോർട്ടൻ്റ്. എങ്ങനെയാണോ കർമ്മം, എങ്ങനെയാണോ അറിവ്, ഏത് രീതിയിലാണ് അവൻ അറിവ് സമ്പാദിച്ചിരിക്കുന്നത്, എന്ത് അറിവ് അവൻ സമ്പാദിച്ചിരിക്കുന്നത്, എന്നെക്കുറിച്ച് വലുത് അറിഞ്ഞിട്ടുണ്ടോ, എന്ത് കർമ്മങ്ങളാണ് ഇവൻ ചെയ്തിരിക്കുന്നത്, ദുരാചാര കർമ്മങ്ങളാണോ സദാചാര കർമ്മങ്ങളാണോ ചെയ്തിരിക്കുന്നത്, എന്ത് തരത്തിലുള്ള അറിവാണ് അവൻ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ യോനിമന്യേ പ്രപദ്യന്തേ പ്രാപിക്കുന്നു, സ്വയം ചെയ്യുന്ന കർമ്മങ്ങളുടെയും താൻ പൂർവജന്മത്തിൽ നേടിയിട്ടുള്ള ജ്ഞാനത്തിൻ്റെയും ഫലമനുസരിച്ച് ചിലർ സ്ഥാണുമന്യേനു സംയന്തി യഥാകർമ്മം യഥാശൃണു. അതനുസരിച്ച് ചില ജീവന്മാർ ശരീരഗ്രഹണത്തിനായി സ്ത്രീകളുടെ ഗർഭപാത്രത്തിൽ പ്രവേശിച്ചിട്ട് ചിലവരങ്ങനെ ചെയ്യുന്നു. ബാക്കിയുള്ളവരോ സ്ഥാവരത്വത്തെ പ്രാപിക്കുന്നു. സ്ഥാണുമന്യേ, സ്ഥാണുവായിട്ടുള്ള സ്ഥാനങ്ങളിലായിട്ട് ജനിക്കുന്നു, പാറക്കല്ലായിട്ടും പർവ്വതമായിട്ടും ഒക്കെ ജനിക്കുന്നു. അതാണ് യോനിമന്യേ പ്രപദ്യന്തേ ശരീരത്വായ ദേഹിന സ്ഥാണുമന്യേ അനുസംയന്തി യഥാകർമ്മം തഥാ ശൃണു. അപ്പം കർമ്മവും ജ്ഞാനവും അനുസരിച്ചാണ് നമ്മൾ ജന്മമെടുക്കുന്നത്. അതൊന്നുകിൽ മനുഷ്യയോനിയിലാവാം, അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്താ പറയുക, സ്ഥാവര വസ്തുക്കളിലാവാം, അനങ്ങാത്ത വസ്തുക്കളിലാവാം, മരമായിട്ട് ജനിക്കാം, കല്ലായിട്ട് ജനിക്കാം, ഇതെല്ലാം സാധനങ്ങളുണ്ട് ജനിക്കാൻ ഇല്ലേ. അതുകൊണ്ടാ പറഞ്ഞ അന്ധകാലേശ മാമേവ സ്മരൺ മുക്ത എന്ന് പറഞ്ഞ ഭഗവത്ഗീതയിൽ പറഞ്ഞില്ലേ. ജ്ഞാനമാർഗത്തിലൂടെ പോയി അവസാന കാലത്ത് ഈശ്വരനെ കുറിച്ചുള്ള ചിന്തയും ആ ജപങ്ങളും ആ കാര്യങ്ങളൊക്കെയാണ് മനസ്സിൽ കൂടുതൽ എന്താ പറയുക പ്രിഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ പോവുള്ളൂ. ആ വഴിക്ക് തന്നെ ശരീരം എടുക്കാൻ പറ്റും. ജഡഭരതൻ്റെ കഥ പ്രസിദ്ധമല്ലേ. മാൻ 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 എന്ന് വിചാരിച്ച് രാജാവ് അവസാനത്തെ ശ്വാസം വലിച്ചപ്പോൾ അദ്ദേഹം അടുത്ത ജന്മത്തിൽ മാനായിട്ട് ജനിച്ചു എന്ന് പറയും അതിൽ ഭാഗവതത്തിലൊക്കെ.
അപ്പോൾ അവസാന സമയത്ത് വിചാരിക്കുന്നത് മാത്രമല്ല, താൻ അതുവരെ ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെ ഫലവും അനുഭവിപ്പിക്കണമല്ലോ. അല്ലാണ്ട് അവസാന ഒരു നിമിഷത്തിൽ വന്നിട്ട് ഹലോ രാം, ഹലോ നാരായണ എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. ഒന്നാമതങ്ങനെ തോന്നില്ല. രണ്ടാമത് അഥവാ തോന്നിയാലും ഒരു വാക്കങ്ങോട്ട് പറഞ്ഞുകൊണ്ട് ശരിയാവില്ലല്ലോ. ചെയ്തിട്ടുള്ള കർമ്മങ്ങളും അതുവരെ അനുഭവിച്ചിട്ടുള്ള ജ്ഞാനവും ഇതൊക്കെ ഉണ്ടെങ്കിൽ അവസാനം ശരിയായിട്ടുള്ള വാക്ക് വരും. അങ്ങനെ വരികയാണെങ്കിൽ കുഴപ്പമില്ല. ഇതല്ലാത്തവർ വികട കവികളുണ്ടേ, അവർ ജന്മം മുഴുവൻ ഈ വേണ്ടാത്ത തുരപ്പൻ്റെ പണി ചെയ്തിട്ട് അവസാനം വന്നിട്ട് നാരായണ എന്നും പറഞ്ഞിട്ട് ചെയ്താൽ ശരിയാവില്ല. അതൊന്നാമത് അവർക്ക് ആ സമയത്ത് തോന്നില്ല. അപ്പോൾ നാം ജീവിതത്തിൽ എന്ത് തന്നെ ചെയ്തിട്ട് അവസാനം എന്ത് പറഞ്ഞിട്ട് അങ്ങോട്ട് രക്ഷപ്പെടാം എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. ഒരു പുണ്യാഹം തളിച്ച് പോകാൻ പറ്റില്ല എന്നർത്ഥം. പുണ്യാഹം തളിച്ച് ശുദ്ധിയാക്കാൻ പറ്റില്ല എന്നർത്ഥം. അപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള കർമ്മങ്ങൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ കർമ്മത്തിനനുസരിച്ച് കിട്ടും. ഉള്ളൂരിൻ്റെ പിങ്കളയിലെ 2 വരികളുണ്ട്. ആർമാഹാവേശയെ പുൽകുവോനപ്പാവി ഷാൽമാലിയായിടും പിൻപിറപ്പിൽ എന്നല്ലേ ലോകോക്തി ആവട്ടെ വേണ്ടതിലന്മാന മത്തരു ദീർഘജീവി. വേശ്യയെ പ്രാപിച്ച പിങ്കളെ പ്രാപിച്ചിട്ടുള്ള ജനങ്ങൾ പറയണം, കവിഭാവനയാണ്, ജനങ്ങൾ പറയണം. അതിലൊരുത്തം പറയാത്രേ, ആർ മഹാവേശ്യയെ പുൽകുവോൻ അപ്പാബി ഷാൽമാലിയായിടും പിൻപിറപ്പിൽ എന്നല്ലേ ലോകോക്തി. ആൾക്കാരിങ്ങനെ പറയും. വേശ്യാസ്ത്രീയുടെ അടുത്ത് പോയ മഹാവേശ്യസ്ത്രീകളുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ അടുത്ത ജന്മം ഷാൽമാലയായിട്ട് ജനിക്കുന്നു എന്നല്ലേ ലോകോക്തി. ബുദ്ധിമാന്മാരങ്ങനെ പറയുന്നുണ്ട്. പണ്ട് ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഷാൽമാലയായിട്ട് ജനിക്കണോ താൻ വേശ്യയുടെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ. ആവട്ടെ വേണ്ടതിൽ ആവട്ടെ വേണ്ടതിൽ ഉന്മാനമത്തരു ദീർഘജീവി. അത് സാരില്ല, ദീർഘജീവിയല്ലേ, എത്ര കാലം ജീവിക്കാം ഷാൽമാലയായിട്ട് നിന്നാൽ. മരിച്ചങ്ങോട്ട് പോവില്ലല്ലോ. മഹാവേശ്യ കാമുശ്ച ജയതേ ശൽമമസ്ഥിതേ എന്ന് ബ്രഹ്മപുരാണത്തിൽ പറയുന്നുണ്ട്. മഹാവേശ്യ കാമുകശ്ച, മഹാവേശ്യയെ ആരാണ് കാമിക്കുന്നത്? ജായതേ ശാൽമലിസ്തത, ശാൽമാലയായിട്ട് ജനിക്കും. ബ്രഹ്മവൈവർത്ത പുരാണം. അതാണ് ഉള്ളൊരു മനസ്സിൽ വെച്ചും കൊണ്ട് പറയണ ഈ പദ്യം. ആർമാഹാവേശ്യയെ പുൽകുവോനപ്പാബി ഷാൽമാലിയായിടും പിൻപിറപ്പിൽ എന്നല്ലേ ലോകോക്തി. അതാണ് ലോകോക്തി. അങ്ങനെയല്ലേ പുരാണം, അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മഹാവേശ്യയെ കാമിച്ചിട്ട് അവളുടെ അടുത്ത് പോയവർ അടുത്ത ജന്മത്തിൽ ഷാൽമാലി മരമായിട്ട് പിറക്കും കാട്ടിൽ. ഷാൽമാലി മരം എന്ന് വെച്ചെങ്കിൽ ഇലവ് മരം. നമ്മൾ കേട്ടിട്ടുണ്ടോ അറിയില്ല. ഇലവ് മരം. അതിൻ്റെ ആയുസ് എത്ര അറിയോ? നിസ്സാര ആയുസ, 60,000 കൊല്ലം. അത്രേ ഉള്ളൂ. കൊടുങ്കാട്ടിൽ ചെന്ന് നിൽക്കണം 60,000 കൊല്ലം. ഈ ചെറിയൊരു കുറച്ച് സമയത്തിൻ്റെ സുഖഭോഗൽ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് 60,000 കൊല്ലം കളയണോ? അല്ലേ? അതൊന്നും സാരില്ലെന്നാ പറഞ്ഞ ഒരടുത്ത ആളുടെ അടുത്ത് പോയവർ. അതിപ്പോൾ എന്താ, അങ്ങനെയെങ്കിൽ ആവട്ടെ. അതിപ്പോൾ എന്താ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആവട്ടെ. വേണ്ടതിൽ ഉന്മാദമത്തരു ദീർഘജീവി. ആ തരു ദീർഘജീവി അല്ലേ. 60,000 കൊല്ലം ജീവിക്കാലോ. മരമായിട്ടാന്ന് മാത്രം. അവിടെ നിന്നോളും, കാറ്റും മഴയൊക്കെ കൊണ്ട് നിന്നോളും. അതാണ് സംസ്ഥാന. അടുത്ത നാമം ധ്രുവ. ധ്രുവ എന്ന് വെച്ചെങ്കിൽ ഏത് കാലത്തും മാറ്റമില്ലാതെ ഉറച്ചു നിൽക്കുന്നവൻ എന്നർത്ഥം. സ്ഥാണു എന്നൊക്കെ പറയില്ലേ, ഒന്നിനും ഒരു മാറ്റമില്ല. അദ്ദേഹത്തിൻ്റെ വ്യവസ്ഥകൾക്കും മാറ്റമില്ല, അദ്ദേഹത്തിനും മാറ്റമില്ല. നോ ചേഞ്ച്, ദ ചേഞ്ച്ലെസ്, ദ ഫാക്ടർ എമംഗ് ദ ചേഞ്ചസ്. നിത്യനും അജനും ഷഡ്വികാരങ്ങളില്ലാത്തവനും ആയ ഭഗവാൻ ഒരു മാറ്റവുമില്ലാതെ ഏത് കാലത്തും സ്വമഹിമയാൽ തന്നെ ഉറച്ചു നിൽക്കുന്നതിനാൽ ധ്രുവൻ
എന്ന് പറയുന്നു. ധ്രുവൻ, ധ്രുവീകരിച്ചവൻ, പോളറൈസ്ഡ്, ഉറച്ചു നിൽക്കുന്നവൻ. എല്ലാം റിഫൈൻഡായി കഴിഞ്ഞ് പോളറൈസ് ചെയ്ത് അവസാനം ഈസ് റിമൈനിങ് ഫേം, സ്റ്റഡി. നിത്യനാണ്, അജനാണ്, ഷഡ്വികാരങ്ങളൊന്നുമില്ല. പിന്നെ എങ്ങനെയാണ് മാറ്റം ഉണ്ടാവുക? ഒന്നിനും മാറ്റമില്ല. മനസ്സിന് മാറ്റമില്ല, ശരീരത്തിന് മാറ്റമില്ല, ബുദ്ധിക്ക് മാറ്റമില്ല. എല്ലാറ്റിനും കൊടുക്കണ ചേതന ശക്തി അവിടെ നിന്നാണ് വരുന്നത്. ആ ശക്തിക്ക് പിന്നെ എന്ത് മാറ്റം ഉണ്ടാവാൻ? അതാണ് ധ്രുവ. നിത്യ അനിത്യാനാം ചേതനാനാം എന്ന് കഠോപനിഷത്തിലുണ്ട്. നിത്യോ അനിത്യാനാം ചേതനാനാം. അനിത്യങ്ങളിൽ വെച്ച് നിത്യനായത്. അനിത്യങ്ങൾ മീൻസ് അൺസർട്ടനിറ്റീസ്, ചേഞ്ച് ഉള്ളതിൽ, മാറ്റങ്ങളുള്ളതിൽ മാറാത്തവൻ. ഈസ് എ ചേഞ്ച്ലെസ് അമംഗ് ദ ചേഞ്ചസ്. പഠിച്ചിട്ടില്ലേ? എന്തെങ്കിലും മാറണമെങ്കിൽ മാറാത്തൊരു സബ്സ്ട്രാറ്റം വേണമെന്ന്. ഒരു രൂപത്തിൽ നിന്ന് വേറൊരു രൂപത്തിലേക്ക് ആഭരണം മാറണമെങ്കിൽ കൂടസ്ഥം വേണം. ഒരു രൂപത്തിൽ നിന്ന് വേറൊരു രൂപത്തിലേക്ക് മണ്ണുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള കുടം മാറണമെങ്കിൽ മണ്ണ് വേണം, മണ്ണിന് ആധാരമായിരിക്കണം. ഒരു തരത്തിലുള്ള തിരമാല നശിച്ചു പോയിട്ട് വേറൊരു തരത്തിലുള്ള തിരമാല വരണമെങ്കിൽ അതിന് രണ്ടിനെയും താങ്ങുന്ന ഒരു വെള്ളം വേണം. പാമ്പിനെ കാണണമെങ്കിൽ കയറ് വേണം. ഒരു അടിസ്ഥാനം വേണം, ഒരു സബ്സ്ട്രാറ്റം വേണം. അതാണ് നിത്യോ അനിത്യാനാം, അനിത്യങ്ങളിൽ വെച്ച് നിത്യമായത്. അനിത്യാനാം നിത്യോ, അനിത്യങ്ങളിൽ നിത്യനാണ്. ദ ചേഞ്ച്ലെസ് അമംഗ് ദ ചേഞ്ചസ്, മാറ്റങ്ങളിൽ മാറ്റമില്ലാത്തവൻ. ചേതനാനാം, ചേതനയുള്ളവരിലെ ചൈതന്യമാണ് എന്ന് പറയുന്നത്. എവിടെയൊക്കെ ചേതനയുണ്ടോ അതിലത്തെ ചേതന ഞാനാണ്. ചൈതന്യം എവിടെയൊക്കെ ചൈതന്യമുണ്ടോ അതിലെ ചേതന ഞാനാണ്. എല്ലാ ചൈതന്യ വസ്തുക്കളിലെയും ചേതന, ഐ ആം ദ ചേതന ഓഫ് ഓൾ ചൈതന്യാസ്. ഐ ആം ദി ഇല്യൂമിനേറ്റർ ഇൻ ഓൾ ബൾബ്സ് എന്ന് ഇലക്ട്രിസിറ്റി പറഞ്ഞാൽ തെറ്റുണ്ടോ? 100 വാട്ട്സ് ആയാലും ശരി, 50 വാട്ട്സ് ആയാലും ശരി, ഫ്ലൂറസെൻ്റ് ലാമ്പ് ആയാലും ശരി, ഹാലോജൻ ലാമ്പ് ആയാലും ശരി, ഏതായാലും ശരി, എല്ലാ ബൾബിലെയും പ്രകാശങ്ങളും ഞാനാണ് എന്ന് ഇലക്ട്രിസിറ്റി പറഞ്ഞാൽ എന്താ തെറ്റ്? അതിനെ ഭഗവാൻ പറഞ്ഞത് ഇവിടെ, മറ്റേ മഹർഷി പറഞ്ഞത് കഠോപനിഷത്ത്. യമധർമ്മ മഹാരാജാവ് നചികേതസിന് ഉപദേശിച്ചു കൊടുത്തത് തന്നെയാണ്. നിത്യോ അനിത്യാനാം ചേതനാനാം എന്ന് കഠോപനിഷത്ത് പറയുന്നു. ചൈതന്യമുള്ള എല്ലാ വസ്തുക്കളിലെയും ചൈതന്യം ഞാനാണ്. മനസ്സിനെ പ്രചോദിപ്പിക്കുന്ന പ്രചോദന ശക്തി ഞാനാണ്. ബുദ്ധിയെ പ്രശോഭിക്കുന്നത് ഞാനാണ്. ഇന്ദ്രിയങ്ങളെ സ്റ്റിമുലസായിട്ട് എന്താ പറയുക, എനർജൈസ് ചെയ്ത് വിടുന്ന എനർജി ആരാണ്? ഞാനാണ്. കണ്ണിന് കാണാൻ ശക്തി കൊടുക്കുന്ന ആരാണ്? ഞാനാണ്. മൂക്കിന് ഞാൻ, ചെവിക്ക് ഞാൻ. എവിടെയൊക്കെ എനർജി ഉണ്ടോ, wherever there is an energetic product, the energy in that product is I. ഭഗവാന്റെ ശക്തിയാണത്. ഒരു താഴ്ത്തൊരു തീപ്പെട്ടിക്കൊള്ളി വീണ് കഴിഞ്ഞാൽ തീപ്പെട്ടിക്കൊള്ളി പിക്ക് ചെയ്യാനുള്ള രണ്ട് വിരലിനുള്ള ശക്തി, തള്ളവിരലിനും ചൂണ്ടാനി വിരലും കൂടിയിട്ട് ആ തീപ്പെട്ടിക്കൊള്ളി ഞാൻ എടുക്കാനുള്ള ശക്തി ഈ മൂവിങ് ഫിംഗേഴ്സിന് ആരാ കൊടുക്കുന്നത്? സയൻറ്റിസ്റ്റുകാരോട് ചോദിച്ചാൽ പറയാം, അത് ഇൻവോളണ്ടറി ആക്ഷൻ. ഹാർട്ട് ഈസ് പമ്പിങ് ദ ബ്ലഡ്. കഴിഞ്ഞു, ദാറ്റ്സ് എൻഡ് ഓഫ് ഇറ്റ്. ഹാർട്ടിന് പമ്പ് ചെയ്യാനുള്ള ശക്തി ആരാ കൊടുക്കണേ? ഹാർട്ടിൽ നിന്ന് ബ്ലഡ് ഹാർട്ടിലേക്ക് പമ്പ് ചെയ്തിട്ട് ഹാർട്ടിൽ നിന്ന് പമ്പ് ചെയ്യുന്ന ബ്ലഡ് ലിംസിലേക്കൊക്കെ എത്തിയിട്ട് കയ്യിലേക്ക് വന്ന്, കയ്യിൻ്റെ വിരലിലേക്ക് വന്ന്, അതിൻ്റെ തുമ്പ് കൂടെ എന്നിട്ട് നമ്മൾ എടുക്കണം. അപ്പോൾ അതിൻ്റെ ഓറിജിൻ ഓഫ് എനർജി എവിടെ കിടക്കണം? ഇതൊക്കെ ട്രാൻസ്മിഷനല്ലേ? പവർ ഹൗസ് എവിടെയാ? ഇതൊക്കെ ലൈനിൽ വരുന്ന ട്രാൻസ്മിഷൻസ് അല്ലേ? ഒറിജിനൽ പവർ ഹൗസ് കിടക്കുന്നത് എവിടെയാ? ഹാർട്ടിലാണ്. നിഹിതം ഗുഹായാം.
ഗുഹയുടെ ഉള്ളിലാണ് കിടക്കുന്നത്. അപ്പം ചേതനാം എന്താ പറയുക, ചേതനാനാം ചേതനാത് ചേതനാനാം, എല്ലാ ചേതനകളിലും ചൈതന്യം ഞാനാണ്, എല്ലാ ചൈതന്യ വസ്തുക്കളിലും ചേതന ഞാനാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ആ ചേതനയ്ക്ക് ഏത് വസ്തു ആയാലും വ്യത്യാസമില്ല. അതുകൊണ്ട് ധ്രുവനായിട്ട് നിൽക്കുന്നവൻ അർത്ഥം. 188. അടുത്ത നാമം 389 പരർദ്ധി. പരർദ്ധി എന്ന് വെച്ചാൽ ഉത്കൃഷ്ടമായ ഹൃദി എന്ന് വെച്ചാൽ വിഭൂതി ഉള്ളവൻ. ഇതിനു മുമ്പേ നിങ്ങൾ ഓർമ്മയുണ്ടാവും, 3 നാമങ്ങൾ നമ്മൾ കണ്ടിരിക്കുന്നു. ഹൃദ ഒരു വാക്കിനെ ചുറ്റിപ്പറ്റി 3 നാമങ്ങൾ. ഹൃദ എന്ന് തന്നെ വാക്ക് തന്നെ ഉണ്ടോന്ന്. ഹൃദ സ്പഷ്ടാക്ഷരോ മന്ത്ര എന്ന് പറഞ്ഞിട്ടൊരു നാമമുണ്ട്, ഹൃദ. വേറൊന്ന് ഹൃദ വരുന്ന മഹാർദ്ധി. ഹൃദ, വൃദ്ധാത്മാ, മഹാർദ്ധി. അത് കഴിഞ്ഞ് ഹൃദ എന്നുള്ള വേറൊരു വാക്ക് വരുന്നുണ്ട്. മഹാർദ്ധി എന്നും ഹൃദ എന്നും ഒരേ അടുത്തടുത്ത് വരുന്ന മഹാർദ്ധി, ഹൃദ, വൃദ്ധാത്മാ. അപ്പോൾ ആ ഹൃദ്യനും ഈ 3 ഹൃദ എന്നുള്ള വാക്കുകൾക്കും അന്ന് അർത്ഥം നമ്മൾ കണ്ടതും ആചാര്യന്മാർ കൊടുത്തിട്ടുള്ള അർത്ഥവും അതിനെ സമ്പന്നൻ, ഐശ്വര്യവാൻ, വർദ്ധിക്കുന്നവൻ എന്നൊക്കെയാണ്. വർധന എന്നൊക്കെ പറഞ്ഞ് വർദ്ധിക്കുന്നവൻ എന്നൊക്കെ അർത്ഥമാണ് അന്നുണ്ടായിരുന്നത്. ഈ ഇവിടെ പരർദ്ധി, ഇവിടുത്തെ വാക്ക് അർത്ഥിയാണെങ്കിലും അതിന് പരർദ്ധി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പര അർദ്ധി, പര പ്ലസ് ഹൃദി, പരർദ്ധി. അപ്പോൾ ഈ ഹൃദിക്ക് ശങ്കരാചാര്യ സ്വാമികൾ അർത്ഥം കൊടുത്തിരിക്കുന്നത് വിഭൂതികൾ എന്നാണ്. സമ്പന്നത എന്ന് കഴിഞ്ഞ തവണ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് കുറേ കൂടി വിപുലമാക്കിയിട്ട് വിഭൂതി എന്നുള്ള അർത്ഥം കൊടുക്കും. രണ്ടും തന്നെയാണ്. സമ്പത്ത് എന്ന് വിചാരിച്ചെങ്കിൽ വിഭൂതി എന്നാൽ ചിലപ്പോൾ അങ്ങോട്ട് അർത്ഥം കിട്ടിക്കൊള്ളുന്നില്ല. സമ്പത്ത് മീൻസ് ധനം എന്ന് മാത്രമേ നമ്മൾ വിചാരിക്കുള്ളൂ. അതുകൊണ്ട് ഭഗവാന്റെ വിഭൂതി എന്ന് പറഞ്ഞാൽ മാനിഫെസ്റ്റേഷൻസ്. ചുരുക്കി പറഞ്ഞാൽ അതാണ് വിഭൂതി എന്ന് വെച്ചെങ്കിൽ മാനിഫെസ്റ്റേഷൻസ്, പ്രകടനമായ ഭഗവാന്റെ അംശങ്ങൾ. ദോസ് വിച്ച് ആർ മാനിഫെസ്റ്റ് ഇൻ ഹിം, ഫ്രം ഹിം, ത്രൂ ഹിം. എല്ലാ വിഭൂതികളും ഭഗവാന്റെ അവതാരത്തിലുണ്ട്. എല്ലാ സമ്പത്തുകളും എല്ലാ നന്മകളും ചേർന്നിട്ടുള്ള ഒരു വിഭൂതിയാണ് ഭഗവാന്റെ. അതെല്ലാം ഈ പരർദ്ധി എന്നുള്ള വാക്കിൽ ഒതുക്കി ഭഗവാൻ. എല്ലാം പരർദ്ധി എന്നുള്ളതിൽ എല്ലാം ഒതുക്കി. ഓൾ വിഭൂതിസ്, ഓൾ ഗ്ലോറീസ്, ഓൾ നോബിൾ ക്വാളിറ്റീസ്, നോബിൾ വെർച്വസ്, അങ്ങനെയുള്ള ക്വാളിറ്റീസ്, ഇതിനാണ് വിഭൂതി എന്ന് പറയുന്നത്. കൈൻഡ്നെസ്, sympathy, large-heartedness, concern, courage, fortitude, അമാനിത്വം, അദംബിത്വം, അഹിംസ, ക്ഷാന്തിരാർജവം, ആചാര്യോപാസനം, ശൗചം, സ്ഥൈര്യം, ആത്മവിനിഗ്രഹം, ഇന്ദ്രിയാർത്ഥേഷു വൈരാഗ്യം, മനഹങ്കാരമേവച. ഇങ്ങനെ ക്യാരക്ടർ ബിൽഡിങ്ങിന് വേണ്ട 13-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന മനുഷ്യൻ്റെ 10-24 ക്വാളിറ്റീസിൽ ഇതെല്ലാം വിഭൂതി ക്വാളിറ്റീസാണ്. ഭഗവാന്റെ ക്വാളിറ്റീസാണ് ഇതെല്ലാം. അതെല്ലാം ഭഗവാന്റെ അവതാരങ്ങളിൽ പ്രകടിപ്പിച്ച് കാണാം നമുക്ക്. ഇൻഫാക്റ്റ് വാൽമീകി രാമായണത്തിൽ വാൽമീകിക്ക് നാരദനാണല്ലോ ഉപദേശിക്കുക രാമായണം രചിക്കണമെന്ന്. അപ്പോൾ അതിലെ കഥാപുരുഷൻ്റെ ഒരു റോൾ മീൻസ് അദ്ദേഹത്തിൻ്റെ ഒരു ഏതാണ്ടൊരു രൂപം, എന്ത് ക്വാളിറ്റിയുള്ള ഗുണങ്ങളുള്ള ആളായിരിക്കണം, അല്ലെങ്കിൽ ഏത് ക്വാളിറ്റിയുള്ള ഗുണങ്ങളാണ് ശ്രീരാമനായിരുന്നത് എന്ന് വാൽമീകിക്ക് ഒരു സംക്ഷിപ്തമായിട്ട് കുറച്ച് ശ്ലോകങ്ങളിൽ നാരദൻ പറഞ്ഞു കൊടുക്കും.
അത് ഗ്രഹിച്ചിട്ടാണ്, അത് ബേസ് ചെയ്തിട്ടാണ് ശ്രീരാമൻ്റെ അവതാരം. ബാക്കി അവിടെ നിന്നുള്ള കഥകളും എല്ലാം രാമായണ ഗ്രന്ഥമായിട്ട് ആദികവി എഴുതിയിട്ടുള്ളത്. അതിൽ നാരദൻ വാൽമീകി മഹർഷിക്ക് പറഞ്ഞു കൊടുക്കുന്ന ശ്രീരാമനെ കുറിച്ച് ഒരു 4-5 വരികളുണ്ട്. അത് മുഴുവൻ ഓർമ്മ കിട്ടുമെന്ന് അറിയുന്നില്ല. ഞാൻ പറ്റുന്നിടത്തോളം ഞാൻ ശ്രമിച്ചു നോക്കാം. നല്ല നല്ല ഓർമ്മ വയ്ക്കേണ്ട വരികളത്. സമുദ്ര ഇവ ഗാംഭീര്യേ ധരണ്യേ ഹിമവാനിവാ വിഷ്ണുനാ സദൃശോ വീര്യോ സോമവത് പ്രിയദർശന. സമുദ്ര ഇവ ഗാംഭീര്യേ. ശ്രീരാമൻ എങ്ങനത്തെ ആളായിരുന്നു അറിയോ വാൽമീകി? സമുദ്രത്തിൻ്റെ ഗാംഭീര്യം, ദ മെജസ്റ്റി ഓഫ് ദി ഓഷൻ. എന്താ ഓഷൻ്റെ ഒരു മെജസ്റ്റി? ഒന്ന് ഷോറിൽ ചെന്ന് നോക്കൂ. ഉള്ളിൽ ഏത് പസഫിക്കും അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെയും ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ പ്രശാന്തമാണ്. ഒരനക്കമില്ല അവിടെ, അല്ലേ? ഒരനക്കമില്ല. സ്റ്റിൽ വാട്ടർ. ഷോറിലേക്ക് ഇങ്ങോട്ട് വന്നാലോ എന്താ ആ പ്രഭാവം കാണിക്കുന്ന സമുദ്രം. തിര തല്ലിലും വേവ്സ് വരലും ശബ്ദം ഉണ്ടാക്കലും ആകപ്പാടൊരു സീഷോറിൽ നിന്ന് നോക്കിയിട്ടൊരു അനുഭൂതി കണ്ടിട്ടുണ്ടോ നിങ്ങൾക്ക്? എന്താ തോന്നുന്നു സമുദ്രത്തിനെ നോക്കിയിട്ട് നിങ്ങൾക്ക്? സമുദ്രം ഇവ ഗാംഭീര്യേ. അപ്പം സമുദ്രത്തിൻ്റെ അത്ര ഗാംഭീര്യമുള്ളവനാണ് ശ്രീരാമൻ. വാൽമീകി പ്ലീസ് നോട്ട്സ് എഴുതിയെടുത്തോളം വേണമെങ്കിൽ. സമുദ്രം ഇവ ഗാംഭീര്യേ ധൈര്യേണ ഹിമവാനവ. ഹിമവാന്റെ അത്ര ധൈര്യം, ഉറച്ചു നിൽക്കാനുള്ള ധൈര്യം. നിലനിർത്തുന്നത്, സ്വയം നിൽക്കാൻ പറ്റുന്നതിലുള്ള അചലം എന്നർത്ഥം. ധ്രുവ എന്നൊക്കെ പറഞ്ഞില്ലേ നമ്മൾ? അതന്നെ. ധൈര്യേണ ഹിമവാനിവ വിഷ്ണുവിന സദൃശോ വീര്യോ. വിഷ്ണുവിൻ്റെ വീര്യം, സാക്ഷാൽ വിഷ്ണു ഭഗവാന്റെ എല്ലാ വീര്യവും ഇങ്ങോട്ട് കിട്ടിയിട്ടുണ്ട്. പൂർണ്ണ അവതാരമായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. വിഷ്ണുവിന സദൃശോ വീര്യോ സോമവത് പ്രിയദർശന. സോമനെ പോലെ പ്രിയദർശനൻ, ചന്ദ്രനെ പോലെ കാണാൻ കൊള്ളാവുന്നവൻ. ഫേസ് ഇസ് ലൈക്ക് എ മൂൺ എന്നൊക്കെ പറയില്ലേ നമ്മൾ? അത്ര ഭംഗിയായിട്ടുള്ള വദനമുള്ളവൻ, ചന്ദ്രവദനുള്ളവൻ. സോമവത് പ്രിയദർശന. കാലാഗ്നി സദൃശ ക്രോധേ. ക്രോധം വന്നാൽ കാലാഗ്നിയാണ്. ഈസ് ഫയർ. ക്രോധാഗ്നി സദൃശേ കാലാഗ്നി സദൃശേ ക്രോധേ ക്ഷമയാ പൃഥ്വീ സമാ. ക്ഷമയാണെങ്കിലോ ഭൂമിയോളം ക്ഷമ. എന്ത് കോൺട്രഡിക്ടറി ക്വാളിറ്റീസല്ലേ! ആ വിഭൂതിയുടെ ഒരു റേഞ്ച് ഒന്ന് നോക്കൂ. ഗാംഭീര്യം മുതൽ ഇങ്ങേറ്റത്തെ ക്ഷമ വരെ. ലോകത്തിൻ്റെ ഭൂമിയേക്കാൾ താഴുന്ന ക്ഷമയാ പൃഥിവീ സമാ. ധനദേന സമൃത്യാഗേ. ത്യാഗം ചെയ്യുന്നതിൽ, കൊടുക്കാനുള്ളതിലാണെങ്കിലോ കുബേരൻ, ധനവാനാണ്. എത്ര സമ്പത്തുണ്ടെങ്കിലും കൊടുക്കാൻ തയ്യാറാണ്. അനേ സത്യേ ധർമ്മയുവാവരാ. സത്യങ്ങളിൽ വെച്ച് ധർമ്മദേവാണ്. ധർമ്മദേവത്തിൻ്റെ അത്ര സത്യമുള്ളവനാണ്. തമേവ ഗുണസമ്പന്നം രാമം സത്യപരാക്രമം. ഇങ്ങനെയുള്ള ഗുണസമ്പന്നനായിട്ടുള്ള രാമൻ സത്യപരാക്രമനാണ്. ജ്യേഷ്ഠശ്രേഷ്ഠ ഗുണൈരുക്തം പ്രിയം ദശരഥസ്തുതം. ദശരഥൻ്റെ ഓമനയായ പ്രഥമപുത്രനും ഈ ശൗര്യങ്ങളും പരാക്രമങ്ങളും ഉള്ളവനുമായിരുന്നു ശ്രീരാമൻ എന്ന് നാരദനെ കൊണ്ട് ശ്രീരാമൻ്റെ വിഭൂതികളെ വർണ്ണിപ്പിക്കുന്നുണ്ട്. എൻ്റെ ഏതാണ്ടൊരു മലയാള തർജ്ജമ ചില ശ്ലോകങ്ങൾ എനിക്ക് ഓർമ്മ കിട്ടണം. മുഴുവൻ ശ്ലോകങ്ങൾ ഓർമ്മ കിട്ടുന്നില്ല. ധൈര്യത്താൽ ഹിമവൻ പോലെ. എനിക്ക് തോന്നുന്നു നേരത്തെ നമ്മൾ പറഞ്ഞ സമുദ്രേ ഇവ ഗാംഭീര്യേ ധൈര്യേണ ഹിമവാനിവ. അതാണ് ധൈര്യത്തിൽ ഹിമവൻ പോലെ, ഗാംഭീര്യാൽ ആഴി പോലവേ. വീര്യത്താൽ വിഷ്ണുവേ പോലെ
തിങ്കൾ പോൽ ഇഷ്ടദർശനൈ സോമവത് പ്രിയദർശന തിങ്കൾ പോൽ ഇഷ്ടവർഷനൈ കാലാഗ്നി സദൃശേ ക്രോധേ എന്ന കാലാഗ്നി തുല്യൻ ക്രോധത്താൽ കാലാഗ്നി തുല്യൻ ക്രോധത്താൽ ക്രോധം വന്നാൽ കാലാഗ്നിയാണ് ക്ഷമയിൽ ക്ഷമയോ ക്ഷമയിൽ ക്ഷമയിൽ ക്ഷമയൊത്തവൻ ക്ഷമയാൽ ക്ഷമയൊത്തവൻ ക്ഷമയെപ്പോലും ക്ഷമ മീൻസ് ഭൂമിയേക്കാൾ താഴ്ന്നവനാണ് അത്രയ്ക്ക് ക്ഷമയുള്ളവനാണവൻ സത്യത്തിൽ അപ്പരം ധർമ്മം സത്യത്തിൽ ധർമ്മദൈവമാണ് സത്യം പാലിക്കുന്നതിൽ സത്യത്തിൽ അപരം ധർമ്മം ദാനത്തിൽ ധനതോപമൻ ദാനം ചെയ്യുന്നതിൽ ആരാ വൈഷ്ണവൻ തമേവ ഗുണസമ്പന്നം നിത്യം ഗുണങ്ങൾ കൊണ്ടുള്ള സത്യവിക്രമരാമനെ ഗുണാഢ്യനെ ദശരഥൻ പ്രിയനെ മൂത്തപുത്രനെ ആയി എന്താ വെള്ളത്തോളുടെ തർജ്ജമ മഹാകവി വെള്ളത്തോൾ നാരായണൻ്റെ തർജ്ജമയാണ് വാൽമീകി രാമായണത്തിൽ 24,000 ശ്ലോകം തർജ്ജമ ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഇതേ രീതിയിൽ വൃത്താനുവൃത്തമായിട്ട് സമുദ്രീവ ഗാംഭീര്യേ വൈരേണ ഹിമവാനിവ ധൈര്യത്തിൽ ഹിമവാൻ പോലെ ഗാംഭീര്യത്താൽ ഗാംഭീര്യൽ ആഴി പോലവേ വീര്യത്താൽ വിഷ്ണുവെ പോലെ തിങ്കൾ പോലിഷ്ടദർശനൻ വിഷ്ണുവിനാ സദൃശോ വീരു സോമവത് പ്രിയദർശന ശ്ലോകം വാൽമീകി രാമായണം ഉണ്ടെങ്കിൽ ഒന്ന് എടുത്ത് വായിച്ചു നോക്കൂ ബാലകാണ്ഡത്തിൽ കാണാം 1-ാമത്തെ അധ്യായത്തിൽ തന്നെ ഉണ്ടാവും ആദ്യത്തെ അധ്യായം തന്നെയത് 3 ശ്ലോകങ്ങളാണ് ഉള്ളത് 3 അനുഷ്ഠുപ് ശ്ലോകങ്ങൾ രാമനെക്കുറിച്ച് കംപ്ലീറ്റ് ഒരു സ്കെച്ച് തയ്യാറാക്കി അങ്ങോട്ട് കൊടുക്കും രാമൻ്റെ കയ്യിൽ വാൽമീകിയുടെ കയ്യിൽ ഇതാണ് ഇങ്ങനെയുള്ള രാമനെയാണ് ഈ രാമായണത്തിൽ കൊണ്ടുവരേണ്ടത് ഇതാണ് രാമനെക്കുറിച്ച് അറിയാനുള്ളത് രാമൻ ഇങ്ങനെ ആളായിരുന്നു മനസ്സിലായോ പരർദ്ധി ഉത്കൃഷ്ടമായ വിഭൂതിയുള്ളവൻ ഈ വിഭൂതിക്ക് എന്താ കുറവ് എല്ലാം അതിൽ അടങ്ങിയില്ലേ ഭഗവാന്റെ എല്ലാ ശൂര്യവും ശൂരപരാക്രമിയായില്ലേ കുറച്ചൊന്ന് നേരത്തെ നിർത്തണമെന്നുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത ശ്ലോകം നമുക്ക് നാളെ ആക്കാം കുറച്ച് പണിത്തിരക്കുണ്ട് അതുകൊണ്ട് ഈ പരർദ്ധിയിൽ ഇവിടെ നിർത്തുക ഏതായാലും നല്ല കാര്യം പറഞ്ഞിട്ടില്ല ശ്രീരാമൻ്റെ വർണ്ണന കഴിഞ്ഞിട്ടില്ല നിർത്തണം ഇവിടെ നിർത്തുക നമുക്ക് അടുത്ത് പരമസ്പഷ്ട എന്നുള്ള വാക്കാണ് അടുത്ത് നാളത്തെ ക്ലാസ്സിൽ നമുക്ക് നോക്കാം അതുവരെ എല്ലാവർക്കും ഹരി ഓം ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ ഓം ശാന്തി 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 ഹരി ഓം തത്സത് ഓം ശ്രീ ഗുരുഭ്യോ നമഃ ഭവാനി കൃഷ്ണ ഗുരുവായൂരപ്പ രക്ഷിക്കണി നാരായണ